നമസ്കാരം. ഞാൻ MGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ നാളത്തെ ഭാവിയായ നമ്മുടെ പൊന്നോമനകളെ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ വിഷയം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭം പല പത്ര മാധ്യമ സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കാനുള്ള ഒരു ആഘോഷമാക്കിയിരിക്കുന്നു ഇന്ന്. മാത്രമല്ല, പ്രശസ്തിയും ഗ്ലാമറും ഉള്ളവരാണ് കുട്ടികളെ എഴുത്തിനിരുത്തേണ്ടത് എന്ന് പൊതുവെ സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഓരോ കുട്ടികളെയും എഴുത്തിനിരുത്തുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ ചടങ്ങ് വളരെ പവിത്രമായ ഒന്നാണ്. ഇത് പത്രമാധ്യമങ്ങൾ ആരംഭിച്ചതല്ല, ഋഷിമാർ മുൻകാലങ്ങളിൽ ആരംഭിച്ചതാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം ഒരു വ്യാഴവട്ടക്കാലമാണ്, അതായത് 12 വർഷം. അതിൻ്റെ 4/1 പ്രായം ആയാൽ കുഞ്ഞിനെ എഴുത്തിനിരുത്താം. അതായത് 3 വയസ്സ് തികയുമ്പോഴാണ് ഒരു കുട്ടിയെ എഴുത്തിനിരുത്തേണ്ടത്. കുട്ടികൾക്ക് 3 വയസ്സ് തികയുന്നതിന് മുൻപ് ആണ് ഈ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്താറ്. വിജയദശമി ദിവസം മുഹൂർത്തം നോക്കാതെയും മറ്റു ദിവസങ്ങളിൽ മുഹൂർത്തം നോക്കിയും എഴുത്തിനിരുത്താം. ഒരു കുട്ടിയെ എഴുത്തിനിരുത്തുന്ന ആളുടെ ജീവിത സംസ്കാരവും വാസനയും കുട്ടിയിലേക്കും പകരുന്നതാണെന്ന് ഋഷീശ്വര സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭം നടത്തേണ്ടത് പുണ്യസ്ഥലത്ത്, ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ വച്ച് പുണ്യാത്മാക്കളെ കൊണ്ടായിരിക്കണം. കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ആളുടെ ജീവിത ശൈലിയും വളരെ പ്രധാനമാണ്. തലേ ദിവസം വരെ മദ്യവും മാംസവും സേവിച്ച് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരു സാഹിത്യകാരനല്ല, അല്ലെങ്കിൽ ഒരു സിനിമാ നടനല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയല്ല കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭം നടത്തേണ്ടത്. മറിച്ച് സാത്വികമായ, വിശുദ്ധമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ഒരു സാധനാ ജീവിതം നയിക്കുന്ന വ്യക്തി തന്നെയാകണം കുട്ടികളുടെ വിദ്യാരംഭം നടത്തേണ്ടത്. ഒരു കുട്ടിയെ എഴുത്തിനിരുത്തുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കളാണെങ്കിൽ, പിതാവോ മാതാവോ ആയാൽ അത് വളരെ നന്ന്. കാരണം തൻ്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക രക്ഷിതാക്കൾ തന്നെയാണ്, സംശയമില്ല. കുട്ടിയുടെ പിതാവ്, മാതാവ്, മുത്തച്ഛൻ, മുത്തശ്ശി, അമ്മാവൻ ഇവർക്കൊക്കെ ആചാര്യസ്ഥാനത്തിരുന്ന് വിദ്യയുടെ ആദ്യാക്ഷരങ്ങൾ പകർന്നു കൊടുക്കാം. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മടിയിലിരുന്നാണ് കുഞ്ഞ് ആദ്യാക്ഷരം കുറിക്കുന്നതെങ്കിൽ അതിനും നിയമങ്ങളുണ്ട്. അമ്മയാണ് കുട്ടിയെ എഴുത്തിനിരുത്തുന്നതെങ്കിൽ കുട്ടിയെ അമ്മയുടെ ഇടതു തുടയിലും, അച്ഛനാണെങ്കിൽ കുട്ടിയെ അച്ഛന്റെ വലതു തുടയിലും വേണം ഇരുത്താൻ. ഇനി അതല്ല, മറ്റൊരു ആചാര്യന്റെ മടിയിലാണ് കുട്ടി ഇരിക്കുന്നതെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ ആചാര്യന്റെ വലതു തുടയിലും, പെൺകുട്ടിയെയാണ് എഴുത്തിനിരുത്തുന്നതെങ്കിൽ ആ ആചാര്യന്റെ ഇടതു തുടയിലുമായിരിക്കണം ഇരുത്തേണ്ടത്. അന്നത്തെ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി കുട്ടിയെ തൊഴിയിച്ച് പ്രദക്ഷിണം വെപ്പിച്ച് വിഘ്നേശ്വരൻ, സരസ്വതി, ശ്രീകൃഷ്ണൻ എന്നിവരുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിവച്ച് കുട്ടിയെ മടിയിലിരുത്തി നാക്കിൽ ഹരിശ്രീ ഗണപതയേ നമഃ എന്ന സ്വർണം കൊണ്ട് എഴുതുക. ആദ്യം കുട്ടിയുടെ നാവിൽ തേനിൽ മുക്കിയ സ്വർണം കൊണ്ട് വേണം അക്ഷരം കുറിക്കാൻ. ഇവിടെ നാവിന്റെ തുമ്പിൽ ഹരിശ്രീ കുറിക്കുമ്പോ സ്വർണവും തേനും ഒക്കെ ചേർത്ത് എന്തിനാണ് ആദ്യമായി എഴുതുന്നത് എന്ന് വളരെ വ്യക്തമാണ്.
അതായത് തേൻ പോലെ മധുരമുള്ള വാക്കായിരിക്കണം തന്റെ കുട്ടിയുടെ. ഒപ്പം സ്വർണം പോലെ വില പിടിച്ച വാക്ക് ഉപയോഗിക്കുന്നവനുമാകണം തന്റെ കുട്ടി. സാധാരണയായി മോതിരമാണ് എഴുതാൻ ഉപയോഗിക്കുന്നത്. അത് മാതാപിതാക്കളുടെ വിവാഹമോതിരമായാൽ വളരെ നന്ന്. മാതാപിതാക്കൾക്ക് അങ്ങനെ എഴുത്തിനിരുത്താൻ കഴിയില്ല എങ്കിൽ ഏതെങ്കിലും സാത്വിക ജീവിതം നയിക്കുന്ന അധ്യാപകനോ അധ്യാപികയോ കുട്ടിയെ എഴുത്തിനിരുത്താം. എഴുത്തിനിരുത്തുന്ന ആചാര്യൻ പ്രശസ്തനാകണമെന്നില്ല. ജീവിതത്തിൽ മൂല്യങ്ങൾ കൈവെടിയാത്ത വ്യക്തി ആയിരിക്കണം എന്ന് മാത്രമല്ല നല്ലൊരു ഭക്തനും ആയിരിക്കണം. താൻ കൊടുക്കുന്ന വിദ്യ കുട്ടിയുടെ ഭാവി ശോഭനമാകുവാനുള്ളതാകണം എന്ന ചിന്തയും ആ ആചാര്യനുണ്ടായിരിക്കണം. ഇനി ക്ഷേത്രത്തിലാണ് എഴുത്തിനിരുത്തുന്നതെങ്കിൽ എഴുത്തിനിരുത്തുന്ന സ്ഥലങ്ങൾക്കുമുണ്ട് പ്രത്യേകത. അതായത് പ്രധാനമായും കൊല്ലൂർ മൂകാംബികാ ക്ഷേത്ര സന്നിധി തന്നെ. രണ്ടാമത് കേരളത്തിലെ കണക്കനുസരിച്ച് സരസ്വതി ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതിൽ പ്രധാനമുള്ള ക്ഷേത്രം 1 കോട്ടയം പനച്ചിക്കാട്, 2 പറവൂര് ദക്ഷിണ മൂകാംബികാ ക്ഷേത്രം, 3 തൃശൂര് തിരുവള്ളക്കാവ് ക്ഷേത്രം, 4 തിരൂര് തുഞ്ചൻ പറമ്പ്, 5 അങ്കമാലിക്കടുത്ത് നെടുമ്പാശ്ശേരിയിൽ ആവണംകോട് സരസ്വതി ക്ഷേത്രം, 6 ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രധാനമായും എഴുത്തിനിരുത്താറുള്ള ക്ഷേത്രങ്ങൾ. ചിലര് ഇത് കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ വച്ചും എഴുത്തിനിരുത്തൽ നടത്താറുണ്ട്. എന്തായാലും എഴുത്തിനിരുത്തൽ ബിസിനസ് നടത്തുന്ന പത്ര കച്ചവട സ്ഥാപനങ്ങൾ ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. ദേവീ പൂജയ്ക്കു ശേഷം പൂജ കഴിച്ച് ശുദ്ധമാക്കിയ ആ ഉണക്കലരി ആചാര്യന്റെ മുൻപിൽ ഒരു താമ്പാളം വച്ച് ആ താമ്പാളത്തിൽ ആ ഉണക്കലരിയിട്ട് ആ ഉണക്കലരിയിന്മേൽ കുട്ടിയുടെ വിരൽ പിടിപ്പിച്ച് ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ എന്നെഴുതിക്കണം. എഴുത്തിനിരുത്തുമ്പോ എന്തുകൊണ്ടാണ് ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് ആദ്യം എഴുതുന്നതെന്ന് എന്റെ കഥാപ്രേമികൾക്കറിയാമോ? അതെന്താ അങ്ങനെ എഴുതണേ എന്ന് വെച്ചാൽ, കടപയാദി സംഖ്യാ സമ്പ്രദായത്തിൽ ഹരിശ്രീ ഗണപതയേ നമഃ എന്നതിന്റെ സംഖ്യ 51 എന്നാണ്. അതായത് ഹരി എന്ന് പറഞ്ഞാൽ അത് 28 സംഖ്യയ്ക്ക് തുല്യാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ അത് 2 സംഖ്യയ്ക്ക് തുല്യാണ്. ഗ എന്ന് പറഞ്ഞാൽ അത് 3 സംഖ്യയ്ക്ക് തുല്യാണ്. ന എന്ന് പറഞ്ഞാൽ അത് 5 സംഖ്യയ്ക്ക് തുല്യാണ്. ത എന്ന് പറഞ്ഞാൽ അത് 1 സംഖ്യയ്ക്ക് തുല്യാണ്. ത എന്ന് പറഞ്ഞാൽ അത് 6 സംഖ്യയ്ക്ക് തുല്യാണ്. യേ എന്ന് പറഞ്ഞാൽ അത് 1 സംഖ്യയ്ക്ക് തുല്യാണ്. ന എന്ന് പറഞ്ഞാൽ അത് 0 സംഖ്യയ്ക്ക് തുല്യാണ്. മ എന്ന് പറഞ്ഞാൽ അത് 5 സംഖ്യയ്ക്ക് തുല്യാണ്. അപ്പോ ഹരി, ശ്രീ, ഗ, ന, പ, ത, യേ, ന, മ ഇത്രയും അക്ഷരങ്ങൾ ചേരുമ്പോ 28ഉം 2ഉം 30ഉം 3ഉം 33ഉം 5ഉം 38ഉം 1ഉം 39ഉം 6ഉം 45ഉം 1ഉം 46ഉം 0ഉം 46, ശേഷിക്കുന്ന മ എന്നതിന്റെ ചേർത്താൽ 46ഉം 5ഉം 51 അക്ഷരങ്ങൾ. മലയാളത്തിലെ അക്ഷരങ്ങളും 51 അക്ഷരങ്ങൾ തന്നെയാണല്ലോ. അതുകൊണ്ട് നവരാത്രിക്ക് എഴുത്തിനിരുത്തുമ്പോ ഹരിശ്രീ ഗണപതയേ നമഃ എന്നെങ്കിലും എഴുതുക. അത് ആദ്യമായി എഴുത്തിനിരുത്തുന്ന കുട്ടികളാണെങ്കിലും ഇനി എഴുതി പഠിച്ച് വലിയ നിലയിലായ വ്യക്തികളാണെങ്കിലും 51 അക്ഷരങ്ങൾ മലയാളത്തിലുള്ളത് എഴുതാം, വിരോധമില്ല. പക്ഷെ അതിനു മുമ്പ് ഹരിശ്രീ ഗണപതയേ നമഃ എന്ന 51 അക്ഷരം നിർബന്ധമായിട്ടും അത് മണലിൽ എഴുതിയിരിക്കണം. ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് സ്വർണവും തേനും അതേപോലെ ഉണക്കലരിയും എഴുത്തിന് പ്രാധാന്യമുള്ളൂ.
എന്നാൽ വീണ്ടും വീണ്ടും എല്ലാ വർഷവും എഴുതുന്ന കുട്ടികള് മണലിൽ, അതായത് വിദ്യാരംഭത്തിന് പൂജിച്ചു തരുന്ന, സരസ്വതിക്ക് പൂജിച്ചു തരുന്ന ആ മണലിൽ 51 അക്ഷരങ്ങൾ എഴുതിയാൽ അത് വളരെ ഫല. ഈ 51 അക്ഷരങ്ങൾ എഴുതാൻ സാധിച്ചില്ല എങ്കിലും ഹരിശ്രീ ഗണപതയേ നമഃ എന്നെഴുതിയാലും 51 അക്ഷരങ്ങൾക്ക് തുല്യായി എന്ന് സാരം. ഇനി വിജയദശമി ദിവസം ദശമി തീരുന്നതുവരെ എഴുത്തിനിരുത്തുന്നതിന് മുഹൂർത്തം നോക്കേണ്ടതില്ല. ഇനി ആദ്യമായി കുട്ടിയെ ഉണക്കലരിയിൽ എഴുതിക്കുമ്പോൾ കുട്ടിയുടെ വലത്തെ കയ്യിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അക്ഷരം എഴുതിക്കേണ്ടത് നിർബന്ധമാണ്. ഈ വലതു കൈയിലെ ചൂണ്ടുവിരൽ വ്യാഴത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആദ്യമായി നമ്മൾ എഴുതുമ്പോ അത് അരിയിൽ തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അരി അന്നമാണ്, അന്നം ബ്രഹ്മമാണ്. കേട്ടിട്ടില്ലേ? അന്നം വൈ ബ്രഹ്മ എന്ന് ഉപനിഷത്തുക്കളിൽ കാണാം. ഇനി ഓരോ അക്ഷരവും കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച് എഴുതിപ്പിക്കുന്നത് ആരാണോ അവർ വേണം അക്ഷരം മാറ്റുവാൻ. കുട്ടിയെ കൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യിപ്പിക്കരുത്. ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് വേണം എഴുതിക്കാൻ. ഗണപതായേ എന്ന തായ്ക്ക് ദീർഘം കൊടുത്ത് ഒരു കാരണവശാലും എഴുതിക്കരുത്. അങ്ങനെ എഴുത്തിനിരുത്തൊക്കെ കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ വീട്ടിൽ തന്നെ രക്ഷിതാക്കൾ നിരന്തരം കുട്ടിയെ കൊണ്ട് എഴുതിക്കണം. അതും ഉണക്കലരിയിൽ തന്നെ എഴുതിക്കണം. ചുരുങ്ങിയത് ഒരു 7 ദിവസമെങ്കിലും അങ്ങനെ നിരന്തരം വീട്ടിൽ 7 ദിവസമെങ്കിലും ആ കുട്ടിയെ ഉണക്കലരിയിൽ എഴുതിച്ചാൽ അത് വളരെ ഫലാണ്. ഒരു കുട്ടിക്ക് വ്യക്തിത്വം നേടാൻ വിദ്യാഭ്യാസത്തോടൊപ്പം മധുരമായ വാക്കും നോക്കും കലർന്ന നല്ല ഒരു സംസ്കാരം വേണം. സുവർണപൂരിതമായ മൂല്യമേറിയ വാക് വൈഭവം വേണം. അങ്ങനെ വ്യക്തി സുവർണ ശോഭിതനായി സമൂഹത്തിൽ അങ്ങട് ശോഭിക്കും. ഇതാണ് ഒരു കുട്ടിയെ എഴുത്തിനിരുത്തുമ്പോ രക്ഷിതാക്കളായ നമുക്കുണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട്. ഈ പവിത്രമായ കർമ്മത്തിലൂടെ ധാർമ്മികതയും പരമ്പരാഗതമായി ആചരിച്ചു വന്ന സംസ്കാരവുമാണ് പുതുതലമുറയിലേക്ക് പകർന്നു കിട്ടുക എന്നുള്ളതുകൂടി എൻ്റെ കഥാപ്രേമികൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്നും ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ സാധാരണ കുഞ്ഞുങ്ങളെ എങ്ങനെ എഴുത്തിനിരുത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് എൻ്റെ കഥാപ്രേമികൾക്ക് മനസ്സിലായി കാണും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.